ഗുഡ് മോർണിംഗ് ഓൾ. ഉണരുവിൻ, എഴുന്നേൽപ്പിൻ, അഖിലേശനെ സ്തുതിപ്പിൻ എന്ന് പറയുന്ന പോലെ നിങ്ങൾ രാവിലെ എണീറ്റ് കാണാൻ പോകുന്ന എന്താണ്? സൂപ്പർ നോട്ട്സിൻ്റെ 5 AM ക്ലബ്ബാണ്. അപ്പോൾ രാവിലെ ആ ഉറക്ക ചടവൊക്കെ വിട്ട് എല്ലാവർക്കും എന്താണ്, നമുക്ക് ആ ജോലിയിലോട്ട് പോകണം എന്നുള്ള ആ ഒരു വലിയൊരു ആഗ്രഹത്തിൽ ഒരു ഗിയർ ചേഞ്ചോടുകൂടി എല്ലാവരും വന്ന് ക്ലാസ്സിലോട്ട് ഇരിക്കാൻ നമുക്കിന്ന് കുറച്ച് വ്യക്തമായിട്ട് എന്താണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ടുണ്ട്. എല്ലാവരും നല്ല എനർജറ്റിക് ആക്കി ഇന്നലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇന്നലെ പഠിച്ച ടോപ്പിക് എല്ലാം മാറ്റി വെച്ച് നമ്മളിപ്പോൾ എന്താണ് രാവിലെ നിങ്ങളുടെ തുടക്കം നിങ്ങളുടെ പ്രഭാതത്തിൽ നിങ്ങളുടെ പ്രഭാത ഭക്ഷണമായിട്ട് വന്നിരിക്കുകയാണ്. PSCയിൽ നിങ്ങളുടെ പ്രഭാത ഭക്ഷണം, നിങ്ങളുടെ ഭാവിയിലേക്ക് ഒരു പ്രഭാത ഭക്ഷണമായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് വളരെ വ്യക്തമായ രീതിയിൽ എന്ത് ചെയ്യണം, ഇത് പഠിച്ച് പോകണം. അപ്പം എല്ലാവരും കൃത്യമായിട്ട് വരിക. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ സ്മൈൽ. എവരിബഡി അപ്പ്. നിങ്ങൾ എഴുന്നേൽക്കാനുള്ള സമയമായിരിക്കുന്നു. ഉറക്കച്ചടവെല്ലാം വിട്ട് വന്നു. നിങ്ങൾ ഒരുപാട് സമയം പഠിച്ച ആൾക്കാരൊക്കെ ആയിരിക്കും. എന്നാലും എന്താണ്, നമ്മൾ ജോലി കിട്ടുന്നവരെ ജീവിതം നൽകാൻ മടിക്കുന്നതെന്തും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിടും എന്ന് പറയുന്ന ആ ചങ്ങമ്പുഴയുടെ വരികൾ ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. നിത്യാഭ്യാസി ആനയെടുക്കും പിള്ളേരെ, നിത്യാഭ്യാസി ആനയെടുക്കും. ആനയെടുത്ത ചരിത്രവുമുണ്ട്. അപ്പോൾ നമ്മളിവിടെ തുടങ്ങാൻ പോകുന്ന ഇന്നത്തെ വരി ഇതാണ്. എല്ലാവരും കേട്ടോ, ചങ്ങമ്പുഴയുടെ വരിയാണ്. ജീവിതം നൽകാൻ മടിക്കുന്നതെന്തും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിടും എന്നുള്ളതാണ്. അടിച്ച് തന്നെ വാങ്ങണം. അപ്പോൾ അടിച്ച് വാങ്ങാനായിട്ട് എല്ലാവരും ചാടി എണീറ്റോ, നേരെ ഇരുന്നോ. നമുക്ക് ഇന്നത്തെ പരിപാടിയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ശരി, ഇതാ പോകുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. ഒരു SR4SC എക്സൈസ് ഇൻസ്പെക്ടർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ വന്നൊരു ചോദ്യമാണ്. ചോദ്യം നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ചോദ്യം നമുക്ക് നോക്കാം. വ്യക്തമായിട്ട് ഞാൻ ആദ്യം ചോദ്യം ഒന്ന് വായിച്ചു തരാം, നിങ്ങൾ നോക്കുക. അപ്പോൾ പരീക്ഷ മറക്കണ്ട. എക്സൈസ് ഇൻസ്പെക്ടർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, ആ ഒരു പരീക്ഷയിൽ ഒന്നൊരു ചോദ്യമാണ്. 2024 തന്നെയാണ് ആ പരീക്ഷ നടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ചോദ്യം നോക്കാം. അപ്പോൾ അവകാശവാദം അസർഷൻ ആൻഡ് റീസൺ അതാണ് സംഭവം എന്ന് പറയുമ്പോൾ. നോക്കാം, ഇതാ നോക്കിയോ, ഞാൻ വായിക്കാം. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഭീകരവാഴ്ച, തീവ്രമായ അക്രമവും കൂട്ടക്കൊലകളും നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. നമുക്കറിയാം എങ്ങനെ, റെയിൻ ഓഫ് ടെറർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഭീകരവാഴ്ച കാലം, റെയിൻ ഓഫ് ടെറർ. നമുക്ക് അതിലോട്ട് വരാം. ഓക്കെ, അടുത്തത് പ്രതി വിപ്ലവകാരികളെ ഉന്മൂലനം ചെയ്യുന്നതിനും പുതുതായി സ്ഥാപിതമായ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുന്നതിനുമാണ് ഭീകരവാഴ്ച ആരംഭിച്ചത്. സെപ്റ്റംബർ കൂട്ടക്കൊല അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇത് രണ്ടുമാണ് ചോദ്യം. അപ്പം നമുക്ക് ആ ചോദ്യം നമ്മൾ കണ്ടു. ഓക്കെ, അപ്പം ഉത്തരങ്ങൾ പറയാനുള്ളവരൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞോളൂ. ഫ്രഞ്ച് വിപ്ലവം PSC പഠിക്കുന്ന എല്ലാ ആൾക്കാരും ലോക ചരിത്രത്തിൽ ഹരിശ്രീ കുറിക്കുന്ന ടോപ്പിക്കുകളിൽ ഒന്നാണ് എന്താണെന്നറിയപ്പെടുന്നത്. നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, ഇംഗ്ലണ്ടിലെ വിപ്ലവം, ഇതെല്ലാം ഇതിലേതെങ്കിലും 3 വിപ്ലവം ആദ്യം ഒരാൾ പഠിച്ചു തുടങ്ങും. ആരും നേരെ പോയി റഷ്യ ഒന്നും പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉത്തരങ്ങൾ കമൻ്റായിട്ട് പ്രതീക്ഷിക്കുന്നു. ഉത്തരങ്ങളൊക്കെ കമൻ്റായിട്ട് വരട്ടെ. നിങ്ങൾ ആ ഉറക്കച്ചടവിക്കുന്നൊക്കെ മാറിയാണ്. നിങ്ങളെ ആ കിടന്നുകൊണ്ട് ക്ലാസ് കാണണ്ട. എല്ലാവരും ഒന്ന് എണീറ്റ് അങ്ങോട്ട് ഇരുന്നിട്ട് ഒന്ന് കണ്ടുപോയിക്കാണ്. ഇങ്ങനെ ഉറങ്ങി വീഴും, കുഴപ്പമില്ല. ഇത് തുടക്കത്തിൽ കാണുന്ന ആൾക്കാർക്ക് ഉറക്കം സ്വാഭാവികമാണ്. അതൊരു സ്വാഭാവികമാണ്. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിൽ നമ്മൾ വരുത്താൻ പോകുന്ന ചേഞ്ചസ് ആണ് ഇതെല്ലാം. അത് സ്വാഭാവികം, അത് കുഴപ്പമില്ല. ആ ബയോളജി ക്ലോക്കൊക്കെ തെറ്റിക്കോട്ടെ. ശ്വാനനിദ്ര പരിശീലിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തലോട് കൂടിക്കൊണ്ട് നിങ്ങൾ കമൻറ്റുകൾ വരട്ടെ. അടിപൊളിയുടെ കമൻറ്റ് വരട്ടെ. അപ്പോൾ മതി, നമുക്ക് ഇതിനുള്ള സമയം. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലോട്ട് പോകാം. ഇതിൻ്റെ ഉത്തരം വരുന്നത് ആൻസർ ആണ്. അതായത് Aയും Rഉം ശരിയാണ്. കൂടാതെ Aയുടെ ശരിയായ വിശദീകരണമാണ് 6 എന്ന് പറയുമ്പോഴത്തേക്കും. രണ്ടും എന്താണ് ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് സോഴ്സ്. അതായത് 031/2023 ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വന്നിട്ടുള്ള എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എന്ന് പറയുന്ന ഒരു എക്സാമാണ്. എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി SR4SC എന്നുള്ള ഒരു പരീക്ഷയുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. നോക്കാം. ഫ്രഞ്ച് വിപ്ലവം SCRTയിലുള്ള SCRT 10ാം ക്ലാസ്സിലെ ലോക വിപ്ലവങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഫ്രഞ്ച് വിപ്ലവത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഫ്രഞ്ച് വിപ്ലവത്തിന് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഫ്രഞ്ച് വിപ്ലവം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ലെവൽ പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നോക്കുക തന്നെ വേണം. നമുക്ക് നോക്കാം. അതായത് ആദ്യം തന്നെ നമുക്കറിയാം, ആദ്യമേ ഞാൻ ഒരു കാര്യം പറഞ്ഞു തുടങ്ങാം. വിപ്ലവങ്ങളുടെ മാതാവ് അല്ലെങ്കിൽ ദ മദർ ഓഫ് ഓൾ റെവല്യൂഷൻസ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ദ മദർ ഓഫ് ഓൾ റെവല്യൂഷൻസ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. അതായത് നിങ്ങൾ ആലോചിക്കുക, ഫ്രഞ്ച് വിപ്ലവം തുടങ്ങുന്നത് എവിടെ നിന്നാണ്?
ഒരു നമ്മുടെ ആഫ്റ്റർ അമേരിക്കൻ റെവല്യൂഷൻ ലൂയി 16 സ്റ്റേറ്റ് ജനറൽ വിളിച്ച് ചേർക്കുന്നു. ഇതിൽ 3 എസ്റ്റേറ്റുകളെയും കൊണ്ടുവരുന്നു. അവർ 3 പേരും വരുന്നു. 3 പേരും വരുമ്പോൾ ആദ്യത്തെ വംശക്കാരാണ് പുരോഹിതന്മാർ, പിന്നെ വരുന്നു പ്രഭുക്കന്മാർ, പിന്നെയാണ് ജനറൽസ് വരുന്നത്, സാധാരണക്കാർ വരുന്നത്. അപ്പോൾ ഇവർ 3 പേരും വന്നിരുന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ വോട്ടെടുപ്പ് നടത്താമെന്നൊരു തീരുമാനം ഉണ്ടാവുകയും ഓരോ എസ്റ്റേറ്റിന് ഓരോ വോട്ട് എന്ന് പറയുന്ന ഒരു ആശയത്തെ 3ആം എസ്റ്റേറ്റുകാർ എതിർത്തിട്ട് പറയുന്നു അത് പറ്റില്ല, ഓരോ വ്യക്തിക്ക് ഓരോ വോട്ട്. കാരണം ഏകദേശം 629ഓളം ആൾക്കാർ എവിടെ ഉണ്ടായിരുന്നു? 3ആം എസ്റ്റേറ്റിലുണ്ടായിരുന്നു. എത്ര ആൾക്കാർ? ഏകദേശം 629ഓളം ആൾക്കാർ 3ആം എസ്റ്റേറ്റിലുണ്ടായിരുന്നു. ഈ 3ആം എസ്റ്റേറ്റിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ വോട്ട് കൊടുക്കുക എന്നുള്ളത് ആർക്കറിയാം? ഈ പറഞ്ഞ 2 എസ്റ്റേറ്റുമാർക്കും അറിയായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇവർ നേരെ അവിടെ നിന്ന് പോയി ഏകദേശം 1789 ജൂൺ മാസം 20-ാം തീയതി ഒരു ടെന്നീസ് കോർട്ടിലോട്ട് പോയിട്ട് ഫ്രാൻസിനൊരു ഭരണഘടന ഉണ്ടാക്കിയിട്ട് മാത്രമേ ഇനി ഇതൊരു അവസാനമുള്ളൂ എന്ന് അവർ പ്രതിജ്ഞ എടുക്കണം. അവിടെ ഒരു ഭീഷ്മ പ്രതിജ്ഞ അവർ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പിരിഞ്ഞു പോകുന്നുണ്ട്. അതിനുശേഷം 1789 ജൂലൈ മാസം എന്ത് ചെയ്യുന്നു? ബാസ്റ്റിൻ ജയിൽ എന്ന് പറഞ്ഞാൽ ബൂർബൺ രാജവംശം, നമുക്കറിയാം അന്ന് ഫ്രഞ്ച് ഭരിച്ചിരുന്ന ഒരു രാജവംശമായിരുന്നു ബൂർബൺ രാജവംശം. ഈ ബൂർബൺ രാജവംശത്തിന്റെ ഒരു ഭീകരതയുടെ ഒരു മുഖമായിരുന്നു ബാസ്റ്റിൻ ജയിൽ എന്ന് പറയുമ്പോൾ. ഈ ബാസ്റ്റിൻ ജയിൽ 1789 ജൂലൈ മാസം 14-ാം തീയതി 1789 ജൂലൈ മാസം 14-ാം തീയതി എന്ത് ചെയ്യുന്നു? കലാപകാരികൾ തകർക്കുന്നതോടുകൂടിയാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത് 1789. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരു യൂണിവേഴ്സായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ അമേരിക്കൻ വിപ്ലവം നിങ്ങൾക്കറിയാം, ഈ സപ്തവത്സര യുദ്ധത്തിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ കൊമ്പ് കോർത്തപ്പോൾ ഇംഗ്ലണ്ട് ജയിച്ചു, ഫ്രാൻസുകാർ തോറ്റു. അങ്ങനെ അമേരിക്കക്കാർ ഇംഗ്ലണ്ടിനെതിരെ സമരം ചെയ്യാനിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ ആരൊക്കെ തമ്മിൽ കമ്പനിയായി? ഈ അമേരിക്കയും ഫ്രാൻസും തമ്മിൽ കമ്പനിയായി. ഇവർ തമ്മിൽ കമ്പനിയായിട്ട് അമേരിക്കയ്ക്കുള്ള ഈ വെടിക്കോപ്പുകളും ഈ പറയുന്ന പടയാളികളും ആര് കൊടുക്കുന്നു? ഈ പറഞ്ഞ നമ്മുടെ ഫ്രഞ്ചുകാർ കൊടുക്കുന്നു. ഫ്രഞ്ചുകാർ കൊടുത്തതിൽ എന്ത് ചെയ്യുന്നു? ഭീമമായ ധനനഷ്ടം ഉണ്ടാകുന്നു. രാജാവിന് ഭരിക്കണമെങ്കിൽ പൈസ വേണം, നികുതി കൂട്ടിയേ പറ്റൂ. നികുതി ആര് കൊടുക്കും? ഈ പറഞ്ഞ നമ്മുടെ ഏറ്റവും താഴേക്കിടയിലുള്ള ഈ പറഞ്ഞ ജനറൽസ് എന്ന് പറയുന്ന എസ്റ്റേറ്റുകാർ തന്നെ എന്ത് ചെയ്യണം? നികുതി കൊടുത്തേ പറ്റൂ. അവരെ മാക്സിമം പിഴിഞ്ഞൂറ്റിക്കൊണ്ട് ചീഷണം ചെയ്താണ് ഈ 2 എണ്ണം മുകളിൽ കിടക്കുന്ന 1, 2 ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ ഒരു കാര്യം നടക്കാനാണ് ശരിക്കും പറഞ്ഞ ഇതൊരു ഒരു പൊറാട്ട നാടകമായിരുന്നു ഈ പറഞ്ഞ ഈ എസ്റ്റേറ്റ് വിളിച്ച് ചേർത്തത്. കാരണം എന്താണ്? ഇവരെ മേളിൽ നികുതി കൂട്ടുക. പക്ഷേ എന്ത് ചെയ്യുന്നു? ഒരു ജനത മുഴുവൻ, ഭൂരിഭാഗമുള്ളൊരു ജനത എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ഫ്രഞ്ച് വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് കോട്ടിങ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ കേട്ടോളൂ, ദൈവം പോലും സഹിക്കൂല. ഞാനാണ് രാഷ്ട്രം കൂടെ പറഞ്ഞു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും ഒന്നുകൂടെ ഒരു ചെറിയൊരു ഒരു ചാട്ടമൊക്കെ ചാടിയിട്ട് കൂടെ പറഞ്ഞു. ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ എന്ന് ലൂയി 14 തൻ്റെ കിരീടവും ചെങ്കോലും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ സിംഹാസനത്തിൽ ഞെളിഞ്ഞിരുന്ന് പറഞ്ഞൊരു ഡയലോഗാണ്. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ലൂയി 15 വരുന്നുണ്ട്. എനിക്ക് ശേഷം പ്രളയം എന്നൊരു ഇതിൽ തന്നെ ഈ കോട്ടിങ്സ് ഉണ്ട്. ഈ കോട്ടിങ്സ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിന് വരും പരീക്ഷയ്ക്ക് ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞ് ചോദിക്കാം. കാരണം ഇതിനകത്ത് വളരെ വളരെ സുന്ദരി പക്ഷേ ബുദ്ധിശൂന്യ എന്ന് ചരിത്രം വിധി എഴുതിയ ഒരു സ്ത്രീയും കൂടെ ഉണ്ട്, മേരി ആന്റോയിനറ്റ്. ലൂയി 16 ഭാര്യയാണ് മേരി ആന്റോയിനറ്റ്. അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ? ഇവിടെ റൊട്ടിക്കുള്ള പൈസ ഇല്ല, പിന്നെയാണ് അവർ പറയുന്നത് കേക്ക് വാങ്ങിച്ച് തിന്നാനായിട്ട്. അതും കൂടെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ മേരി ആന്റോയിനറ്റ് ആണ്. ഓക്കെ, അന്ന് നമുക്കറിയാം ഫ്രാൻസിൽ 1789 ഏകാധിപത്യ ഭരണമായിരുന്നു നിലനിന്നുകൊണ്ടിരുന്നത്, ഏകാധിപത്യ ഭരണം. അതുപോലെ ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. കാരണം ഇവർ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല. ഇപ്പോൾ പ്രഭുക്കന്മാരായാലും ശരിയാണ്, അവർക്ക് ഒരുപാട് കൃഷിഭൂമികളുണ്ടായിരുന്നു. ഈ പ്രഭുക്കന്മാർ ലോഡ് എന്ന് പറയും, ലോഡ്, പിന്നെ നമ്മൾ പോർച്ചുഗലിൽ ഡോം എന്ന് പറയും. അപ്പോൾ ഈ ലോഡ്സിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, അവർക്ക് ആർമി സർവീസ്, അതായത് രാജ്യത്തിനെ സേവിക്കാനുള്ള ആർമി കൊടുക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ ലോഡ്സ് ആണ്. അപ്പോൾ അവർക്ക് ധാരാളം കൃഷിഭൂമികളുണ്ട്. അവർക്ക് ഒരു സ്വന്തമായിട്ടൊരു മില്ലുണ്ട്. ആ മില്ലിൽ ശ്രദ്ധിച്ചു കേട്ടോ, ആ മില്ലിൽ ബാക്കിയുള്ള എസ്റ്റേറ്റുകാർ ഈ പറഞ്ഞ പോലെ ധാന്യങ്ങളും മറ്റും പൊടിക്കുന്നതിന് ഒരു നികുതി കൊടുക്കും. അതിൻ്റെ പേരാണ് ബെനാറ്റിലസ്.
ബെനാറ്റിലസ് എന്നൊരു നികുതിയുണ്ട്. ബെനാറ്റിലസ്, ഈ ബെനാറ്റിലസ് നികുതി നമുക്ക് തിതേ തൈലെ ഗബല്ലെ അതൊക്കെ പറയാം. തിതേ തൈലെ ഗബല്ലെ പറയുമ്പോൾ ഞാനിപ്പോ ഈ പ്രഭുക്കന്മാരുടെ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നത് ബെനാറ്റിലസ് എന്നൊരു നികുതിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രഭുക്കന്മാരുടെ മില്ലിൽ അരി പൊടിക്കാൻ പോകുമ്പോൾ ബാക്കി ഈ പറഞ്ഞ ലാസ്റ്റ് എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ് വരെ കൊടുക്കേണ്ട നികുതിയുടെ പേരായിരുന്നു ബെനാറ്റിലസ്. പിന്നെ നമ്മൾ പറയാം തിഥേ തൈലെ, തിഥേ തൈലെ ഗബല്ലെ, തിഥേ തൈലെ ഗബല്ലെ. എങ്ങനെ? തിഥേ തൈലെ ഗബല്ലെ, തിഥേ തൈലെ ഗബല്ലെ ബെനാറ്റിലസ്. ഇതും കൂടെ ചേർത്ത് പഠിച്ചോ. ഈ തിഥേ തൈലെ, ഈ തിഥേ എന്ന് പറയുമ്പോൾ പുരോഹിതന്മാർക്ക് മൂന്നാം എസ്റ്റേറ്റ് വരെ കൊടുത്തിരുന്നു. തൈലെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന് കൊടുത്തിരുന്നു. പിന്നെ ഗബല്ലെ എന്ന് പറയുന്നത് ഉപ്പ് നികുതിയാണ്, ഉപ്പ് നികുതി. ഈ ഗബല്ലെ 2021 ഡിഗ്രി പ്രിലിംസ് നവംബർ 13 നടന്ന പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഗബല്ലെ എന്ന് പറയുന്ന നികുതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ പരീക്ഷ എഴുതിയവർക്ക് കത്തിക്കണം. അന്നത്തെ മഴയുള്ള ദിവസവും ആ പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും ഓക്കെ ആണല്ലോ. ശരി, ബെനാറ്റിലസ് ഇതുവരെ അങ്ങനെ ചോദ്യ പേപ്പറിൽ കണ്ടിട്ടില്ല, കേട്ടുവെച്ചോ, നിങ്ങൾക്കുള്ളതാണ്, ബോണസ് പോയിന്റ് ആണ്, ഇരിക്കട്ടെ. ഓക്കെ, ഇതാ ഇവിടെ ഒരു കോട്ടിംഗ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ കോട്ടിംഗ് ആണ്, നമുക്ക് നോക്കാം, ഇത് ചോദിക്കാം. ഫ്രാൻസിൽ 10ൽ 9 പേരും പട്ടിണി കിടന്ന് മരിച്ചപ്പോൾ 10ാമത്തെ ആൾ ദഹനക്കേട് ബാധിച്ചാണ് മരിച്ചത്. അപ്പൊ തന്നെ മനസ്സിലാവാം, അവിടെ 9 ആൾക്കാർക്ക് 10ൽ 9 പേർക്കും എന്തുണ്ട്, ഈ പറഞ്ഞ പോലെ ഈ കഴിക്കാനൊന്നുമില്ല. പക്ഷേ ഒരാളാണെങ്കിൽ മരിച്ചതോ എല്ലാം കൂടെ തിന്ന് പെരുവിയിട്ടാണ് മരിച്ചതെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എല്ലാം കൂടെ തിന്ന് ഈ പറഞ്ഞ പോലെ ഒബ്സിറ്റിയൊക്കെ ആയിട്ട് അങ്ങനെ മരിച്ചു എന്ന് പറയുന്നത്. അതായത് ഈ 9 പേരുടെ ആഹാരം ഇവിടെ എടുത്തു വെച്ച് തിന്നുന്നു എന്നാണ് അവർ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്ന ഈ വരിയിലൂടെ. അത് നമുക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ എന്താണ്, ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നു. ഭരണാധികാരികൾ ഉൾപ്പെട്ട വർഗം എന്ത് ചെയ്യുന്നു, ഭയങ്കര ആഡംബരമായിട്ടുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്, ആഡംബരമായിട്ടുള്ള ജീവിതം. കാരണം എന്താണ്, ഈ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള ഈ നികുതിയും മറ്റു കാര്യങ്ങളും, കർഷകരും പിന്നെ ഈ തുണിമിൽ തൊഴിലാളികളും അതുപോലെ വക്കീൽമാരും ബാങ്കർമാരും ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ മൂന്നാം എസ്റ്റേറ്റിലുള്ള ആൾക്കാരാണ്. ഓക്കെ ആണല്ലോ. അപ്പം അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ശരി, നമുക്ക് ജസ്റ്റ് അടുത്തൊരു ഇതിലോട്ട് പോവാം. നോക്കിയോ, ഫ്രഞ്ച് സമൂഹം എന്ന് പറയുന്ന ഒരു സാധനമാണ്, ഞാൻ വായിക്കാം. ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നവരാരാണെന്ന് പറയുമ്പോൾ ഈ ഒന്നാമത്തെ വർഗം അല്ലെങ്കിൽ പുരോഹിത വർഗം എന്ന് പറയും. പുരോഹിത വർഗം, അതായത് പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, പ്രഭുക്കന്മാർ യുദ്ധം ചെയ്യും, മൂന്നാം എസ്റ്റേറ്റ് സാധാരണക്കാർ നികുതി അടയ്ക്കും. ഇതായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ രാപ്തവാക്യം എന്ന് പറയുമ്പോൾ. പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, വേറെ പണിയൊന്നുമില്ലല്ലോ, അവരങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ എസ്റ്റേറ്റുകാരാണെങ്കിലോ പ്രഭുക്കന്മാർ രാജ്യസേവനത്തിന് വേണ്ടി എന്ത് ചെയ്യും, യുദ്ധം ചെയ്യും, രാജ്യസേവനത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. ഓക്കെ, അപ്പം മൂന്നാമത്തെ എസ്റ്റേറ്റ് നികുതി അടയ്ക്കും, അതാണ് സംഭവം എന്ന് പറയുമ്പോൾ. പിന്നെ എല്ലാത്തരം നികുതികളിൽ നിന്ന് ആര് ഒഴിവാക്കപ്പെട്ടിരുന്നു, പുരോഹിതന്മാർ എല്ലാത്തരം നികുതികളിൽ നിന്ന് ഭയങ്കര ക്ലർജീസ് എന്നാണ് അവർ ഇംഗ്ലീഷിൽ പറയുന്നത്. ക്ലർജീസ് ലോർഡ്സ് ആൻഡ് ജനറൽസ് എന്നാണ് പറയുന്നത്. അപ്പം എല്ലാത്തരം നികുതികളിലും എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഭരണത്തിൻ്റെയും സൈന്യത്തിൻ്റെയും ഉയർന്ന പദവികൾ വഹിച്ചത് ആര് തന്നെയാണ്, ഈ പറഞ്ഞ ടീംസ് തന്നെയാണ്, ഭരണത്തിലും സൈന്യത്തിലും. ഇപ്പോൾ സാധാരണ പടയാളികളൊക്കെ എവിടെയാണ്, തേർഡ് എസ്റ്റേറ്റ് ആയിരിക്കും, അതും കൂടെ ഒന്ന് ആലോചിക്കുക. അത് ഒരു കാര്യം. പിന്നെ അടുത്ത് നമുക്ക് രണ്ടാമത്തെ എസ്റ്റേറ്റിലൂടെ നോക്കുമ്പോൾ അറിയാം, സൈനിക സേവനം നടത്തി. ഞാൻ പറഞ്ഞു, രാജാവ് യുദ്ധം ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പം ആളെ കൊടുക്കുന്ന സർവീസ് ആരായിരുന്നു, രണ്ടാം എസ്റ്റേറ്റ് ആയിരുന്നു. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ നമ്മൾ പഠിച്ചു, തിഥേ തൈലെ ഗബല്ലെ, പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ബെനാറ്റിലസ് നികുതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട് ഭാവിയിൽ. ഇപ്പം നല്ല നല്ല ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് തുറക്കാമെന്നാണ് PSC നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സാധ്യതയുണ്ട് കയറി വരാനായിട്ട്, അത് മറക്കരുത്. ശരി, അതുപോലെ വേതനം നൽകാതെ, അറിയാമല്ലോ, ജോലിക്ക് കൂലി ഭക്ഷണം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതല്ല, ജോലിക്ക് കൂലി ഭക്ഷണമില്ല, ഒന്നുമില്ല, ജോലി മാത്രമേ ഉള്ളൂ, കൂലി പോലും ഇല്ല എന്ന് പറയുന്ന സംഭവമാണ്. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് കൃഷിഭൂമികൾ ഇവർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് കുറേ മില്ലുകളുണ്ടായിരുന്നു. ആ മില്ലുകളിലേക്ക് ഇവർ സാധനങ്ങൾ, ബെനാറ്റിലസ് എന്ന് പറയുന്ന നികുതിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ഉള്ള ഈ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്, ഈ മൂന്നാം എസ്റ്റേറ്റിലെ കർഷകരാണ്. അവർക്ക് പോലും ഒരു കോട്ട അനുവദിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പോലും പൈസ അനുവദിച്ചിരുന്നില്ല, അല്ലെങ്കിൽ യാതൊരു ധാന്യങ്ങളും പൈസ കൊടുക്കാതെ എടുക്കരുത് എന്നൊരു നികുതി ഒരു നയം ഫ്രാൻസിലുണ്ടായിരുന്നു. അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് അജീർണമാണ് അവരുടെ മനസ്സെന്നുള്ളത്, അല്ലേ? ഭക്ഷണം പോലും കൊടുക്കില്ല. ഈ ഭക്ഷണം പോലും ഇല്ലാത്തടത്ത് തന്നെ മേരി ആൻ്റോനറ്റ് കൊട്ടാരത്തിൽ ഇരുന്ന് പറയുന്നത്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്ത് കേക്ക് തിന്നൂടെ എന്നുള്ള സംഭവം നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളതേ. അപ്പോൾ എന്തുമാത്രം അസമത്വമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. നേരത്തെ പറഞ്ഞ ഡയലോഗ്, ആ ഒരു കോട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, ഫ്രാൻസിൽ 9 ആൾക്കാരും പട്ടിണി നടന്ന് മരിക്കുമ്പോൾ ഒരാൾ അജീർണം ബാധിച്ച് മരിക്കും. കാരണം ഇവരുടെ ഭക്ഷണമല്ല ഒരാൾ വിഴുങ്ങുന്നത്. അപ്പോൾ അജീർണം ബാധിക്കാതെ എങ്ങനെയാ മരണം സംഭവിക്കുക? അതാണ് കാര്യം. അടുത്ത് മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ നമുക്കറിയാം. കച്ചവടക്കാർ വരുന്നുണ്ട്, എഴുത്തുകാർ വരുന്നുണ്ട്, അഭിഭാഷകർ, ഉദ്യോഗസ്ഥന്മാർ,
അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം. ബാങ്കർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നെക്കർ എന്ന് പറയുന്ന ഒരാളിനെ പറ്റി പറയണം എന്ന് തോന്നുന്നു. നെക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി. ഈ നെക്കർ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിന്റെ ഒരു ധനകാര്യ മന്ത്രിയായിരുന്നു നെക്കർ എന്ന് പറയുമ്പോൾ. വളരെ ജനകീയനായ ഒരു വ്യക്തിയായിരുന്നു നെക്കർ. നെക്കർ ഈ പറഞ്ഞ പോലെ ഫ്രാൻസിനെ ഒരു ബെറ്റർ ആയിട്ടൊരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാളാണ്. പക്ഷേ പ്രഭുക്കന്മാരുടെ ധൂർത്തിനെ പറ്റി ആദ്യമായി ചോദ്യം ചെയ്ത വ്യക്തിയാണ് ഈ പറഞ്ഞ നെക്കർ. ബാങ്കർ നെക്കർ എന്നൊക്കെയാണ് അതിനെ പഠിച്ചു വെക്കുന്നത്. അപ്പോൾ ഈ നെക്കർ എന്ന് പറയുന്ന വ്യക്തി പ്രഭുക്കന്മാരുടെ ചൂഷണത്തിനെ ചോദ്യം ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും പ്രഭുക്കന്മാർ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് എന്ത് ചെയ്ത് കാണും? ഇദ്ദേഹത്തിൻ്റെ സർവീസ് തട്ടി വെളി കളഞ്ഞു, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് ചെയ്ത് മാറ്റി. പക്ഷേ പിന്നെയും ഫ്രാൻസിനെ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധി പിടിച്ചുലച്ചപ്പോഴത്തേക്കും നെക്കർ തിരികെ വരുന്നുണ്ട്. നെക്കർ തിരികെ വന്നെങ്കിലും പിന്നീട് ഒരു വലിയ ഭരണപരിഷ്കാരങ്ങളൊന്നും കണ്ടിട്ടില്ല. അദ്ദേഹത്തിനെ വീണ്ടും എന്ത് ചെയ്യുന്നു? ചരിത്രത്തിൻ്റെ താളുകളിൽ ഒതുക്കിയിട്ടു, അല്ലെങ്കിൽ വലിച്ചെറിയപ്പെട്ടു. അങ്ങനത്തെ ഒരാളാണ് നെക്കർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഞാൻ ജസ്റ്റ് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഇവിടെ ഭരണത്തിൽ ഒരു അവകാശവുമില്ല. ഭരണത്തിൽ അവകാശമില്ലാത്തതുകൊണ്ടാണ് അമേരിക്കൻ ജനതയും ഇംഗ്ലണ്ടിനെതിരെ യുദ്ധം ചെയ്തത്. അതാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അവരെ സഹായിച്ചാണ് ഫ്രഞ്ച്. എന്നിട്ട് ഇവന്മാരുടെ അവസ്ഥ എന്താ? സ്വാഭാവികം. ഓക്കെ. തൈലെ എന്നുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. നമ്മൾ പറഞ്ഞു തിഥേ തൈലെ ഗബല്ലെ ബെനാറ്റിലസ്, തിഥേ തൈലെ ഗബല്ലെ ബെനാറ്റിലസ്, തിഥേ തൈലെ ഗബല്ലെ ബെനാറ്റിലസ്, തിഥേ തൈലെ ഗബല്ലെ ബെനാറ്റിലസ്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. പിന്നെന്താണ്? താഴ്ന്ന സാമൂഹിക പദവിയായിരുന്നു. സ്വാഭാവികം. കാരണം ഈ പറഞ്ഞ ഇതിനകത്ത് തന്നെ ഏകദേശം ബാങ്കർമാരായാലും അധ്യാപകരായാലും ഇവരൊക്കെ എന്താണ്? കോമൺസ് അല്ലെങ്കിൽ ജനറൽസ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും താഴേക്കിടയിൽ താഴെ തട്ടിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. തിഥേ തൈലെ ഗബല്ലെ ബെനാറ്റിലസ്. തിഥേ ഈ ഗബല്ലെ ഇപ്പോഴും ചിന്തിച്ചോ. ഗബല്ലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ഗബല്ലെ എന്നത് എന്താണ്? ഗബല്ലെ എന്നതൊരു ഉപ്പ് നികുതിയാണ്. ഗബല്ലെ ഒരു ഉപ്പ് നികുതിയാണ്. ബെനാറ്റിലസ് ആണെങ്കിൽ നമ്മൾ മില്ലിൽ കൊടുക്കേണ്ട നികുതിയാണ്. അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഓക്കെ. പിന്നെ ഇത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് ആഗോളമായ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, ശരി. ഇനിയാണ് ശരിക്കും പറഞ്ഞ ഫ്രഞ്ച് വിപ്ലവം, അല്ലെങ്കിൽ ഫ്രാൻസിലെ ഒരു വിപ്ലവം തന്നെ സാധിക്കുന്നത്. നമുക്കത് നോക്കാം. അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാരുടെ കോട്ടിങ്സ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ വോൾട്ടയറിനെ പറ്റി 2 കാര്യങ്ങൾ പറഞ്ഞു. വോൾട്ടയർ ഒക്കെ നമ്മൾ പഠിക്കും. വളരെ പ്രബലനായ ഒരു വ്യക്തിയായിരുന്നു. ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഓർത്തു വെച്ചോ, ഫ്രാങ്കോയിസ് മേരി അറൗട്ട് അതായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അപ്പൊ അദ്ദേഹം പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. ഒപ്പം യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ഫ്രഞ്ച് ഭരണഘടനയിൽ നമ്മൾ എന്തെടുത്തത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം നമ്മൾ എടുത്ത എവിടെ നിന്നാണ്? ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. അതും കൂടെ ആലോചിക്കണം. എന്തെങ്കിലും കണക്ഷൻ വരുന്നുണ്ടോ? യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് നമ്മുടെ വോൾട്ടയർ അല്ലെങ്കിൽ ഫ്രാങ്കോയിസ് മേരി അറൗട്ട്. അടുത്ത് നമ്മൾ നോക്കുന്നത് റൂസോ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് ജീൻ ജാക്വസ് റൂസോ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അപ്പം സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാൻ പറ്റിയ സാധനം അല്ലേ? എല്ലാവരും ഒന്ന് നേരെ ഉഷാറായിട്ടിരുന്നോ? ഞാൻ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ എടുത്തിടാം. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രശസ്തമായ വചനം പറഞ്ഞത് ആരാണ്? നമ്മുടെ ജീൻ ജാക്വസ് റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതും അദ്ദേഹം തന്നെയാണ്. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഡെമോക്രസിയുടെ ഒരു ആദ്യത്തെ വിശിഷ്ടമായൊരു രൂപം പ്രസിദ്ധപ്പെടുത്തിയത് ആരാണ്? ഈ പറഞ്ഞ ജീൻ ജാക്വസ് റൂസോയാണ്. പിന്നെ വരുന്നു നമ്മുടെ മൊണ്ടസ്ക്യൂ. ജനാധിപത്യത്തിനെ റിപ്പബ്ലിക്കിനെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് ആര്? മൊണ്ടസ്ക്യൂ. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇപ്പം നിങ്ങൾ നോക്കണം, നമ്മളിപ്പോൾ ചരിത്രമാണ് പറയുന്നതെങ്കിൽ പോലും നമ്മൾ ഒരു യൂണിവേഴ്സ് തന്നെ ഇങ്ങനെ കണക്ട് ചെയ്തു. ആദ്യം നമ്മൾ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഫ്രഞ്ച് വിപ്ലവം തുടങ്ങാനുണ്ടായ കാരണത്തിനെ പറ്റി പറഞ്ഞു. ഇവിടെ നേരെ എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ഭരണഘടന ഇവിടെ നിന്ന് എടുത്ത ആശയങ്ങളെല്ലാം ഇവരുടെ ആശയങ്ങളിൽ തന്നെ പ്രകടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതും കൂടെ ഒന്ന് ആലോചിക്കുക. ശരി. അത് കഴിഞ്ഞ് ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളാക്കി തിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മൊണ്ടസ്ക്യൂ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫ്രാൻസിലെ ബൂർബൺ രാജാക്കന്മാർ, പുരോഹിതർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത് എന്നിവ തന്നെയാണ് ഫ്രാൻസിൽ എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ടുള്ള ഫ്രാൻസിൻ്റെ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിൽ. കാരണം അന്നുണ്ടായിരുന്നൊരു വരൾച്ച, ഡ്രൗട്ട്, അന്നുണ്ടായിട്ടുള്ളൊരു വരൾച്ച എന്ന് പറയുമ്പോൾ അത് ചരിത്ര പുസ്തകത്തിന് വളരെ വ്യക്തമായിട്ട് ഒരു നാരുമണി പോലും എന്ത് ചെയ്യുന്നില്ല, അവിടെ കിളിർത്ത് വരാത്തൊരു സാഹചര്യം ഫ്രാൻസിലുണ്ടായിരുന്നു. അന്ന് പോലും ജനങ്ങൾ നികുതി കൊടുക്കേണ്ടതായിട്ട് വന്നു. ഒരു പ്രൊഡക്ഷനും ഇല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ പ്രഭുക്കന്മാരുടെയൊക്കെ പാടത്ത് ഇവർ പണിയെടുത്തിട്ട് പോലും ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, യാതൊരു വിധത്തിലുള്ള ഒരു
ഒരു ഒരു ഒരു ഒരു ക്രോപ്പ് അല്ലെങ്കിൽ ആ ഒരു അഗ്രികൾച്ചറൽ ക്രോപ്സ് എന്ത് ചെയ്യുന്നില്ല, ഇവർക്ക് എടുക്കാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ, വളരെ മോശപ്പെട്ടൊരവസ്ഥ ഫ്രാൻസിൽ വന്നു. തീരെ സഹിക്കാൻ പറ്റാതായപ്പോഴും ജനങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വിപ്ലവത്തിലേക്ക് കാഹളം മുഴക്കിക്കൊണ്ട് ഇറങ്ങി വരുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. അപ്പം നിങ്ങൾ ആലോചിക്കുക, രാജാവിനെ എതിർത്തുകൊണ്ടൊരു വിഭാഗം, അതായിരുന്നു നമ്മുടെ മൂന്നാം എസ്റ്റേറ്റ് എങ്കിൽ, ബാക്കി ഒന്നും രണ്ടും എന്ത് ചെയ്തു, രാജഭരണത്തിനെ സപ്പോർട്ട് ചെയ്തു. കാരണം രാജാവും കൂടെ ഉണ്ടെങ്കിൽ യവന്മാർക്ക് ഈ ദൂർത്തടി നടക്കും, എങ്കിലല്ലേ ഈ മൂന്നാം എസ്റ്റേറ്റുകാരെ എത്രത്തോളം ചൂഷണം ചെയ്യാൻ പറ്റൂ. അങ്ങനെ എന്ത് ചെയ്യുന്നു, അങ്ങനെയാണ് ഇവർ ഈ പറയുന്ന പോലെ ജനങ്ങൾ വിപ്ലവം ആരംഭിക്കുന്നു. ആദ്യം നമ്മൾ പറഞ്ഞു 1789 ജൂലൈ മാസം 14 ബാസ്റ്റിൻ ജയിലിന്റെ പതനത്തോടു കൂടിയാണ് ഇവർ തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ ഓക്കെ ആണല്ലോ. ശരി, ഇപ്പൊ നമ്മൾ ഈ എസ്റ്റേറ്റുകളെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി നടക്കുന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, എന്ത്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നമ്മൾ പറഞ്ഞു. എപ്പോഴാണ്? 1789 ജൂൺ മാസം 20 നടന്നു. ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം പുകഴ്ത്തിക്കൊണ്ട് ബൂർബൺ രാജവംശത്തിന്റെ ഭീകരവാഴ്ചയുടെ ഏറ്റവും വൃത്തികെട്ടൊരു മുഖമായിരുന്ന ബാസ്റ്റിൻ ജയിൽ എന്ത് ചെയ്യുന്നു, കലാപകാരികൾ തകർത്ത് കളയുന്നു. പിന്നീടാണ് 1789 ഓഗസ്റ്റ് മാസം 12 മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നു ഫ്രാൻസിൽ. മനുഷ്യാവകാശ പ്രഖ്യാപനം, അതായത് ഈ പറയുന്ന അത് ഇത്രയേ ഉള്ളൂ, നമ്മളെല്ലാവരും തുല്യരായിട്ടാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നത്, തുല്യമായിട്ടുള്ള എല്ലാ അവകാശങ്ങളോടും കൂടി തന്നെ ജീവിക്കാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് എന്തുണ്ട്, ഫ്രാൻസിന്റെ മനുഷ്യാവകാശ രേഖയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിലുള്ളൊരു വാചകമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമ്മുടെ കടമെടുത്തിരിക്കുന്നത്. അതും കൂടെ ഒന്ന് ആലോചിക്കുക. ഓക്കെ, പിന്നെ വരുന്നു നമ്മുടെ 1789 ഒക്ടോബറിൽ മേരി ആന്റോയിനറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അത് ഈ ഒരു റീസെന്റ് 2016 സമയത്ത് ഇറങ്ങിയ ഒരു സിനിമയാണ്, 2015 റീസെന്റ് ഒരു സിനിമയാണ് മേരി ആന്റോയിനറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമ ശരിക്കും നമ്മുടെ സോഫിയ ഫോർഡ് കൊപ്പോള എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ചെയ്തൊരു സിനിമയാണ്. ആ സിനിമയ്ക്കകത്ത് ഈ ഒരു സംഭവം എടുത്തു കാണിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് ആ സിനിമയെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ആ സിനിമയിൽ 1789 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഈ ഒരു സംഭവം, അതായത് ഈ 1789 ഒക്ടോബറിലാണ് സ്ത്രീകളെല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു, നമ്മുടെ രാജകൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തുന്നു. തങ്ങൾക്ക് റൊട്ടി വേണം എന്നും പറഞ്ഞു. അപ്പോഴാണ് അവർ പറയുന്നത്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് എന്നൂടെ, വൈ കാണ്ട് യു ഈറ്റ് കേക്ക് ഇഫ് യു ഡോണ്ട് ഹാവ് എന്തോ റൊട്ടി, ബ്രെഡ്, യെസ്, വൈ കാണ്ട് യു ഈറ്റ് ദ കേക്ക് ഇഫ് യു ഡോണ്ട് ഹാവ് ദ ബ്രെഡ് എന്നാണ് അവർ ചോദിച്ചത്. അതും വളരെ സില്ലി ആയിട്ട് ചോദിച്ചു. നേരത്തെ നമ്മളെ ഫ്രാൻസിലുണ്ടായിട്ടുള്ള വരൾച്ചയും മറ്റു കാര്യങ്ങളും നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അതിനിടയിൽ കൂടെ നിങ്ങൾക്ക് കേക്ക് തിന്നൂടെയും കൂടെ ചോദിക്കുമ്പോൾ ആ ഒരു യുക്തി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾ രാവിലെ കേൾക്കുന്ന ചരിത്രമാണ്, രാവിലെ തന്നെ കഥ കേട്ടുകൊണ്ടാണ് തുടങ്ങുന്നത്. അതും ഒരു ഒട്ടും സാധ്യമാകാതൊരു കാര്യം എങ്ങനെ സാധിച്ചെടുത്തു എന്നുള്ളതാണ് ഈ കഥയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത നമുക്ക് നോക്കാം. 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടനയെ അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷം 1792. ഇതും കൂടെ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. അപ്പോൾ ചിലപ്പം നമ്മുടെ അസർഷൻ റീസണിങ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം കണ്ടതുപോലെ ഒരു സംഭവം തന്നെ ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് ആലോചിക്കാം. ഇനിയാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ സോഴ്സ് ഇതാകുന്നു, റെയിൻ ഓഫ് ടെറർ, ഭീകരവാഴ്ച. അതിനെപ്പറ്റി നമുക്ക് നോക്കിയേ പറ്റൂ. ഓക്കെ ആണല്ലോ. ഈ സമയത്ത് 1792 സെപ്റ്റംബർ കൂട്ടക്കൊലയിലാണ് ലൂയി 16 ഭാര്യയും മക്കളെ എല്ലാം കൂടെ വധിച്ചു കളയുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കാം. ശരി, അപ്പോൾ 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി വരുന്നു. ആരുടെ നേതൃത്വത്തിൽ? റോബസ്പിയർ. അങ്ങേരാണ് ഗില്ലറ്റിന്റെ പിതാവ്. ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരുന്നത് ഈ പറഞ്ഞ റോബസ്പിയറിന്റെ ടീമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഈ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കൂർണം അവരെ വധിക്കുന്നു. ശരിയാണല്ലോ. ഈ ലൂയി 16 രാജ്യദ്രോഹ കുറ്റം ചുമത്തി 1793 ജനുവരി മാസം 21 ലൂയി 16 ഭാര്യ, മക്കള് എല്ലാം അതിനെ ബീഹെഡ് ചെയ്യുന്നു. ബീഹെഡ് മീൻസ് ശിരച്ഛേദം ചെയ്യുന്നു ഗില്ലറ്റിൻ ഉപയോഗിച്ച്. അത് ചെയ്യാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് റോബസ്പിയർ. അതാണ് റെയിൻ ഓഫ് ടെറർ. ഈ 1792 അല്ലെങ്കിൽ 92 93 94 കാലഘട്ടം റെയിൻ ഓഫ് ടെറർ ഇൻ ഫ്രാൻസ് എന്നറിയപ്പെട്ടു. അതായത് ഫ്രാൻസിന്റെ ഭീകരവാഴ്ച കാലം എന്ന് ചരിത്രം. ശരി, അപ്പോൾ ഇത് നടത്തിയ ആൾക്കാരാണ് ജാക്കോബിയൻസ് എന്ന് പറയും. ഈ ജാക്കോബിയൻസിന്റെ ആശയങ്ങളോട് വളരെയേറെ എന്ത് ചെയ്യുന്നു, ഇൻസ്പയർഡ് ആയിട്ടാണ് ആര്, ടിപ്പു സുൽത്താൻ ജാക്കോബിയൻ ക്ലബിൽ അംഗമാകുന്നതും ശ്രീരംഗപട്ടണത്ത് ഈ ദ ട്രീ ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിന്റെ മരം വെച്ച് പിടിപ്പിക്കുന്നത്. കണ്ടില്ലേ, ഇത് ഈ ഒരു സംഭവം എങ്ങനെ പോകുന്നു എന്നുണ്ടല്ലേ, എവിടെ തുടങ്ങി ഇപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നു, എവിടെ അത് നമ്മളെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ്. അതും കൂടെ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ശരിയാണല്ലോ. ഓക്കെ, ഇതിനകത്ത് ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ മിതവാദികളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇത് തീവ്രവാദമാണ്.
ഈ പറയുന്ന ആൾക്കാരെ കൊല്ലുക എന്ന് പറയുന്ന ഒരിക്കലും മിതവാദത്തിൻ്റെ ഒരു ഇതിലോട്ട് വരില്ല. ഇത് മിതവാദികൾ, ഫ്രാൻസിൽ മിതവാദികളായിട്ട് ഈ പറഞ്ഞ പോലെ രാജഭരണം മാറുന്നു, ഈ പറഞ്ഞ റിപ്പബ്ലിക്കൊക്കെ ആകുമ്പോൾ പോലും അതിനകത്ത് ചേരിതിരിവുകളുണ്ടായിരുന്നു. ഈ ചേരിതിരിവിൽ എന്താണ്, ഫ്രാൻസിലെ മിതവാദികൾ ജാക്കോബിയൻസിൻ്റെ ഈ ഒരു പ്രകടനത്തോട് എന്ത് ചെയ്തില്ല, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു മുന്നേറ്റത്തോട് യോജിച്ചില്ല. ഫ്രാൻസിലെ മിതവാദികൾ അവർ യോജിച്ചില്ല. പിന്നെന്താണ്, റോബസ്പിയറുടെ നേതൃത്വത്തിൽ പിന്നീട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ഈ ഒരു ഭരണം മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും അവിടെയും ഈ പറയുന്ന പോലെ ഈ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരെ തട്ടിക്കളയുക, അല്ലെങ്കിൽ അവരെ ഉന്മൂലനാശം വരുത്തുക എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് പോകുന്നു, ആ ഒരു രീതിയിലോട്ട് പോകുന്നു. അങ്ങനെ ഏകദേശം 1794 വരെ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്ന ആ ഒരു ഭീകരവാഴ്ചക്കാലം ഫ്രാൻസിൽ നിലനിൽക്കുന്നു. അതുവഴി ഒരുപാട് ആൾക്കാർ മരിക്കുന്നു. ഈ രാജപക്ഷക്കാരെ എല്ലാം ഗില്ലറ്റിനിരയാക്കി എന്ന് പറയാം. അതായത് ഈ പറഞ്ഞ ഒരുപാട് പ്രഭുക്കന്മാർ പോയി. അതായത് ഈ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നവന്മാർ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ഇര തന്നെ വേട്ടക്കാരനാവുക എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. അതേപോലെ അതേ പാറ്റേണിൽ എന്ത് ചെയ്തു, ഇവരെല്ലാവരും മാറിപ്പോയി എന്നുള്ളതാണ്. പിന്നീടാണ് ഫ്രാൻസ് ഈ ഫ്രഞ്ച് വിപ്ലവം എന്ത് ചെയ്യുന്നു, ഒരുപാട് രാജ്യങ്ങൾക്ക് ഇൻഫ്ലുവൻസ് കൊടുത്തൊരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് സ്വാധീനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. തീർച്ചയായിട്ടും അവിടെയാണ് ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയൊരു നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ആശയം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലാണെങ്കിൽ പോലും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരുപാട് ആശയങ്ങൾ ഈ അന്നത്തെ കാലത്ത് അറിയാമല്ലോ, മീഡിയാസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഒരുപാട് ആൾക്കാർ എഴുതിയ പുസ്തകങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആ ഒരു മുന്നേറ്റം, ആ ഒരു ഭയങ്കര ശക്തമായിട്ടുള്ള ആ ഒരു ചെറുത്ത് നിൽപ്പ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും. അതുകൊണ്ടാണ് ഇതിനെ മദർ ഓഫ് ഓൾ റെവല്യൂഷൻസ്, വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് നമ്മൾ വിളിക്കാനുള്ള കാരണം. പിന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നൊരു മുദ്രാവാക്യം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ലോക ജനത ഏറ്റെടുക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അത് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു, ലോക വിപ്ലവങ്ങൾക്കെല്ലാം ആവേശമായി. ഇതിനുശേഷം റഷ്യൻ വിപ്ലവം വരുന്നു, ചൈനീസ് വിപ്ലവം വരുന്നു. ഈ വിപ്ലവങ്ങൾക്കെല്ലാം എന്ത് ചെയ്യുന്നു, പ്രചോദനം കൊടുത്തത് ഈ പറഞ്ഞ വിപ്ലവം. ഇതിനേക്കാളും മുമ്പേ അമേരിക്കൻ റവല്യൂഷൻ നടന്നു. അമേരിക്കൻ റവല്യൂഷൻ ഈ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിനേക്കാളും മുമ്പേ നടന്നെങ്കിലും ഈ എന്താ പറയുക, ഈ ജനങ്ങളെല്ലാം കൂടെ ഏറ്റെടുത്തിട്ട് രാജഭരണം തന്നെ ഉന്മൂലനം ചെയ്ത് കളഞ്ഞൊരു സംഭവം സ്വന്തം രാജ്യത്ത്. ഇപ്പം അമേരിക്കയിലാണെങ്കിൽ എന്താണ്, അമേരിക്കയിൽ നിന്ന് ഈ ബ്രിട്ടൻകാരാണ് അമേരിക്കയിൽ കുടിയേറി വന്നതെങ്കിൽ പോലും ഈ മാതൃരാജ്യത്തിൻ്റെ എന്താണ് അമിതമായ സ്വാധീനത്തെ തച്ചുടയ്ക്കാനായിട്ട് അമേരിക്കൻ ജനത വേറെ വിദേശ ശക്തിക്കെതിരായിരുന്നു ഒരു യുദ്ധമെങ്കിൽ ഇത് ഹോം ഗ്രൗണ്ടിൽ പരസ്പരം തമ്മിലായിരുന്നു അടി. അതാണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് പ്രധാനപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ദേശീയതയുടെ ആവിർഭവം അല്ലെങ്കിൽ ദേശീയത എന്ന ആശയം കൂടുതലായിട്ട് വന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. പിന്നെ ജനകീയ പരമാധികാരം എന്ന ആശയം, പീപ്പിൾസ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ആശയം എന്താണ് ജനങ്ങൾക്കിടയിലേക്ക് വരുന്നു. പീപ്പിൾസ് ഡെമോക്രസി, അതായത് ജനങ്ങളാണ് ഭരണാധികാരി, അല്ലെങ്കിൽ എല്ലാ അധികാരങ്ങളും ഉള്ളത് ജനങ്ങൾക്കാണെന്നൊരു ആശയം ലോകത്തിന് സമ്മാനിച്ചൊരു വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ചിലപ്പോൾ ചോദിക്കാം, ജനങ്ങളാണ് പരമാധികാരികൾ എന്ന ആശയം ലോകത്തിന് സമ്മാനിച്ച വിപ്ലവം ഏത്? ഡയറക്റ്റായിട്ട് ചോദിക്കാം. അതിൻ്റെ ഉത്തരമാണ് ഫ്രഞ്ച് വിപ്ലവം. എല്ലാവരും ഒരു വിപ്ലവകരെ എല്ലാവരും നല്ല ചാടിച്ചാടിയെന്നോ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് നിങ്ങളുടെ പോർഷൻസ് പഠിക്കാനുണ്ട്, ഞങ്ങൾ നിങ്ങളെ എന്ത് ചെയ്യുന്നു, ഒരു ദിവസം ഈ ഒരു സംഭവം തുടങ്ങിത്തരുന്നതാ നമ്മൾ ഹരിശ്രീ കുറിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നാന്ദി കുറിക്കുന്നു എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇന്നത്തെ രാത്രി ധനാശി പാടുന്നത് വരെ, അവസാനിപ്പിക്കുന്നത് വരെ, ഞാൻ കാവ്യാത്മകമായി പറഞ്ഞതേ. അപ്പോൾ ധനാശി പാടുന്നത് വരെ ഹരിശ്രീ എങ്ങനെ കുറിച്ചോ ആ ഒരു എനർജി തന്നെ, ആ ഒരു ഫ്ലോയിൽ തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കട്ടെ. മൊത്തം ഫയർ ആയിപ്പോട്ടെ. റോക്കറ്റിനെ മാത്രം മനസ്സിലാലോചിക്കുക, അതിങ്ങനെ മുകളിലോട്ട് പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, അതൊന്നാലോചിക്കാം. നമുക്ക് ഫ്ലൈറ്റ് അല്ല, റോക്കറ്റ്. ശരി. പിന്നെ രാജ്യം എന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പറഞ്ഞു. അത് ശരിയല്ലേ? രാജ്യം എന്ന് പറയുന്നത് പ്രദേശമല്ല. പ്രദേശം എന്ന് പറയുമ്പോൾ ഇപ്പം ഏറ്റവും വലിയ രാജ്യം റഷ്യ അലാസ്ക അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തു. അതോടെ തന്നെ അലാസ്കയും കൂടെ അമേരിക്ക ചേർന്നപ്പോഴാണ് അമേരിക്ക കുറച്ച് വലുതായത്. കാരണം അമേരിക്കയിൽ ഏറ്റവും വലിയ സംസ്ഥാനമാണ് അലാസ്ക എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ പ്രദേശമല്ല കാര്യം. അലാസ്കയിൽ ഏറ്റവും ജനവാസം അവിടെ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ പ്രദേശമല്ല, അവിടുത്തെ ജനങ്ങളുടെ പവറിലാണ് കാര്യം എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നു. പിന്നെ യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥ മൊത്തത്തിൽ അന്ത്യം കുറിച്ചു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. ഇത് നമ്മുടെ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം ബാധിക്കും. ഇത് ഓസ്ട്രിയൻ ഭരണാധികാരിയെ മെറ്റേണിക് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുണ്ട്. ഓസ്ട്രിയൻ ഭരണാധികാരിയായിട്ടുള്ള മെറ്റേണി പറഞ്ഞ ഡയലോഗാണ് എന്ത്, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നുള്ളൊരു കാര്യം. ശരി, നോക്കൂ, ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും നമുക്ക് നോക്കാം.
ഇവിടെ നമ്മൾ ടിപ്പുവിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. അങ്ങനെ പൗരനായ ടിപ്പു, ഫ്രഞ്ച് പൗരനായ അല്ലെങ്കിൽ പൗരനായ ടിപ്പു എന്ന് പറയുന്ന ഒരു പട്ടം ടിപ്പു സ്വയം സ്വീകരിക്കുന്നത് ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയം കണ്ടിട്ടാണ്. അതുമാത്രമല്ല, ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാനായിട്ട്, അതായത് ഈ ലോക ചരിത്രത്തിൻ്റെ കഥകൾ, സപ്തവത്സര യുദ്ധം ഒക്കെ കേട്ടു. സപ്തവത്സര യുദ്ധത്തിൽ ഇംഗ്ലണ്ടാണ് ജയിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും, പക്ഷേ സപ്തവത്സര യുദ്ധത്തിൻ്റെ കഥകളിലൊക്കെ ആകൃഷ്ടനായ ടിപ്പു സുൽത്താൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നേരെ ഇവിടെ ഇരുന്നിട്ട് ഫ്രഞ്ചുകാരെ കൂടെ കൂട്ടാൻ വേണ്ടി നോക്കുന്നു. കാരണം ശത്രുവിൻ്റെ ശത്രു മിത്രം, ഈ പറയുന്ന ലൂപ്പ് തിരിഞ്ഞു ഇറങ്ങുകയാണ്. ആദ്യം ലൂപ്പ് ഇങ്ങനെ പോയി, ഇനി ലൂപ്പ് തിരിഞ്ഞു ഇറങ്ങുകയാണ്. ടിപ്പു സുൽത്താൻ നേരെ ഫ്രഞ്ചുകാരുടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഈജിപ്തിലൊക്കെ ഉണ്ടായിരുന്ന ഫ്രഞ്ചുകാരുടെ അടുത്തൊക്കെ സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചു. ഫ്രഞ്ചുകാർ നിന്നില്ല. ഫ്രഞ്ചുകാർ സമ്മതിക്കാത്തതിനാൽ അത് പരാജയപ്പെട്ടു. അങ്ങനെ ടിപ്പു സ്വയം ഇപ്പോൾ ഏകദേശം ഒരു 1799 ടൈമിൽ ടിപ്പു മരിക്കുന്നുണ്ട്. അതായത് പൗരനായ ടിപ്പുവായിട്ട് 7 വർഷം കൂടെ പുള്ളി ജീവിക്കുന്നുള്ളൂ. 1799 മെയ് 4 ടിപ്പു എന്ത് ചെയ്യുന്നു? ഈ ലോകത്തോട് ഇവിടെ പറയുന്നു ആർതർ വെല്ലസ്ലിയുടെ കൈകളിലൂടെ. അതും കൂടെ നോക്കാം. അപ്പോൾ ശ്രീരംഗപട്ടണത്ത് നട്ട ആ മരത്തിൻ്റെ പേരാണ് ട്രീ ഓഫ് ലിബർട്ടി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മരം. അപ്പോൾ ഒരുപാട് പ്രാവശ്യം BSc ചോദിച്ചിട്ടുണ്ട്, ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടുപിടിപ്പിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. മറ്റാരുമല്ല, ടിപ്പു സുൽത്താൻ തന്നെയാണ്. ഓക്കെ, ശരി. അപ്പോൾ ആ ഒരു കാര്യം കൂടി നോക്കാം. ശരി. അപ്പോൾ ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കൂടി നമുക്ക് പരിചയപ്പെടാനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹത്തിനെ പറ്റി പറയാം. അതിനു മുമ്പ് ഇതിനകത്ത് വേറൊരു കാര്യം ചെറുതായിട്ട് ബോക്സിൽ കിടപ്പണം, നമുക്കത് നോക്കാം. റൂസോയും മനുഷ്യാവകാശ പ്രഖ്യാപനവും. നമ്മൾ നേരത്തെ പറഞ്ഞു റൂസോ ഫ്രഞ്ച് ചിന്തകനായ ജീൻ ജാക്വസ് റൂസോ യുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. ഓക്കെ ആണല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞ ആളാണ് ജീൻ ജാക്വസ് റൂസോ. കൂടെ പറഞ്ഞോ, ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം. ഒരു റൈം തന്നെ ഉണ്ട് അല്ലേ? ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് ആരാണ്? ജീൻ ജാക്വസ് റൂസോ, അല്ലെങ്കിൽ റൂസോ ആണ് അത് പറഞ്ഞത്. ശരി. ഇനിയാണ് നെപ്പോളിയൻ വരുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ്. അതുപോലെ സ്പാനിഷ് പുണ്ണ് എന്ന് കളിയാക്കി വിളിക്കുന്ന ആരെ തന്നെയാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ തന്നെയാണ്. അതിന് ഒരുപാട് ലിറ്റിൽ കോർപ്പറൽ ഒരുപാട് പേരുകൾ അദ്ദേഹത്തിനുണ്ട്. ശരി. അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിൻ്റെ ഭരണാധികാരിയായി മാറുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന കുറച്ച് മാറ്റങ്ങൾ. 1799 ടിപ്പു മരിക്കുന്ന അതേ വർഷം തന്നെ എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഫ്രാൻസിൻ്റെ ഭരണാധികാരിയായി അവരോധിക്കപ്പെടുന്നുണ്ട്. ഓക്കെ. അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന നമുക്ക് കാണാം. അദ്ദേഹം കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. ആദ്യം മറ്റേ പ്രമുഖന്മാരുടെ പാടത്തല്ലേ ഇവർ പണിയെടുത്തുകൊണ്ടിരുന്നത്. ഇനി ഇവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു? ഇവർ സ്വന്തം പാടത്ത് പണിയെടുക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി, പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട്. പുരോഹിതരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. അതായത് ഈ സഭ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അണ്ടറിലെ, മുമ്പ് സഭയുടെ അണ്ടറിലായിരുന്നു രാജ്യം, ഇപ്പം രാജ്യത്തിൻ്റെ അണ്ടറിലെ ഈ പുരോഹിതന്മാരല്ല. രാജ്യം എന്ത് നിയമം വയ്ക്കുന്നു അത് എല്ലാ സാധാരണ പൗരനെ പോലെ ആരും അനുസരിച്ച് മതിയാവും, പുരോഹിതന്മാരനുസരിച്ച് മതിയാവും. അതുപോലെ പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് രൂപീകരിച്ച്. ചോദിച്ചിട്ടുണ്ട്, സിങ്കിങ് ഫണ്ട് രൂപീകരിച്ച ഭരണാധികാരി, ഫ്രാൻസിൽ സിങ്കിങ് ഫണ്ട് രൂപീകരിച്ച, അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ച ഭരണാധികാരി. ഉറങ്ങല്ലേ? ഫ്രാൻസിൽ സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചാർ, അല്ലെങ്കിൽ പൊതുകടമില്ലാതാക്കാൻ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചാരെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഓക്കെ ആണല്ലോ. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. അതോടെ ഗതാഗതം എന്നുള്ള സംഭവം അദ്ദേഹം കുറച്ചുകൂടെ സ്മൂത്താക്കി തന്നത് അദ്ദേഹമാണ്. പിന്നെ നമ്മൾ ബാങ്ക് ഓഫ് ഫ്രാൻസ് പറഞ്ഞു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചൊരു പുതിയ നിയമസംഹിത ഉണ്ടാക്കിയത് ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം നെപ്പോളിയനെ പറ്റി പറയുമ്പോൾ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ട്. ഞാനൊരു ഭരണാധികാരി അല്ലായിരുന്നെങ്കിൽ ഞാനൊരു ലൈബ്രറി അല്ലെങ്കിൽ പുസ്തകം സൂക്ഷിപ്പുകാരനായിരുന്നേ എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. വിധിയുടെ മനുഷ്യൻ, ദ മാൻ ഓഫ് ഡെസ്റ്റിനി എന്ന് അറിയപ്പെട്ടതും അദ്ദേഹം തന്നെയാണ്. ദ മാൻ ഓഫ് ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധിയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്നു അദ്ദേഹം, നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അപ്പോൾ സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു. ഇദ്ദേഹത്തിൻ്റെ കോട്ടിങ് മറക്കരുത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടൊരു കോട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, അദ്ദേഹം മുമ്പ് ഒരു സൈനികനായിരുന്നു. വളരെ ഒരു ശിപ്പായി എന്നൊക്കെ പറയാവുന്ന ഒരു സൈനികനായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ക്യാമ്പിലിരുന്ന് ഈ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഫിസിക്കൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹം പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ട് പുറകിൽ അന്നത്തെ ഒരു കുശിനിക്ക് നിന്നില്ലെങ്കിൽ അവിടെ ജോലിക്ക് എന്തായിരുന്നൊരു സ്ത്രീ വന്ന് ചോദിച്ചു, ഇവരെല്ലാവരും നീ പട്ടാളക്കാരനാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കളിയാക്കിയിട്ട് അവരെല്ലാം സൈനികന്മാരായിട്ട് സൈനികമായിട്ടുള്ള അഭ്യാസങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വാമപ്പും മറ്റ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നെപ്പോളിയനകത്തിരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിനക്കിതൊന്നും ചെയ്യണ്ടേ, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം രാജ്യത്തെ സേവിക്കാൻ നോക്കുമ്പോൾ നീ ഇവിടുന്ന് പുസ്തകം വായിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു അക്ഷരം മിണ്ടിയില്ല. അദ്ദേഹം പിന്നീട് ഫ്രാൻസിൻ്റെ ഭരണാധികാരിയായിട്ട് ഇതേ സ്ത്രീയെ ചെന്ന് കാണുന്നുണ്ട്.
ഇതേ സ്ത്രീ അദ്ദേഹത്തിന് മുമ്പിൽ വന്നിട്ട് ഈ പറയുന്ന പോലെ ബൗ ഡൗൺ ടു കിങ് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അദ്ദേഹം പ്രതികരിച്ചതേയില്ല. ശരിക്കും രാവിലെ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇതൊരു മോട്ടിവേഷൻ അങ്ങനെ എടുക്കേണ്ട. പക്ഷേ നിങ്ങൾ ആലോചിച്ചു നെപ്പോളിയൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നെപ്പോളിയൻ എല്ലാവരും മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സൈനികമായിട്ട് കാര്യങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള യാത്രകളുണ്ട്. അപ്പോൾ നെപ്പോളിയൻ്റെ യാത്രയിൽ അങ്ങനെ ഇരുന്നപ്പോൾ ഒരാൾ വന്ന് വെറുതെ അദ്ദേഹത്തിന് ചൊറിയാൻ ശ്രമിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? അവസാനം ഫ്രാൻസിൻ്റെ ഭരണാധികാരിയായിട്ട് മാറി. അതും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം ഭരണാധികാരിയായിട്ട് മാറുന്നതെന്ന് പറയുമ്പോൾ. ഫ്രാൻസ് ഭരിക്കുന്ന ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ വളരെ ശക്തന്മാരായ ഭരണാധികാരികൾ ഒരാട്ട് ആര് മാറുന്നുണ്ട്? നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് മാറുന്നുണ്ട്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. 1815 എന്ന് പറയുന്ന വർഷം ജൂൺ മാസം 15 എന്ന തീയതി നെപ്പോളിയനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. വാട്ടർലൂ യുദ്ധം. ബെൽജിയത്തെ വാട്ടർലൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഇംഗ്ലണ്ടുമായിട്ട് ഏറ്റുമുട്ടി അതിൽ പരാജയപ്പെട്ടു. അദ്ദേഹത്തിനെ തോൽപ്പിച്ചു ആർതർ വെല്ലസ്ലി. അദ്ദേഹത്തിനെ തോൽപ്പിച്ച വ്യക്തിയാണ് ആർതർ വെല്ലസ്ലി. അതിനുശേഷം അദ്ദേഹം വളരെ കാലമൊന്നും ജീവിച്ചില്ല. 1821 തന്നെ എന്ത് ചെയ്യുന്നു? സെൻറ്റ് ഹെലന ദ്വീപിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ റെയിൻ ഓഫ് ടെററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു നമ്മൾ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പരീക്ഷയിൽ നിന്ന് എടുത്തത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടും അതിനേക്കാൾ കൂടുതലായിട്ടുള്ള കുറേ പോയിന്റ്സ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ സെഷനിൽ നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ തുടക്കം ഇന്ന് ഈ ഒരു ദിവസത്തിൻ്റെ തുടക്കം നിങ്ങൾ എന്താണ് ഈ ഒരു സെഷനിലൂടെ മുന്നോട്ട് പോയി. അപ്പോൾ സെഷൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്. ഒന്നുകൂടി ഞാൻ പറയാം. ജീവിതം നൽകാൻ മടിക്കുന്നതെന്തും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിടും. നിത്യാഭ്യാസികൾ മാത്രമേ ആനയെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വേറെ സെഷനുമായിട്ട് കാണാം. താങ്ക് യു. എല്ലാവരും ഉണർന്നിരുന്ന് സഹകരിച്ചതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.